കണ്ടോ? പവിഴം റൈസ് ബ്രാൻഡ് കുക്കിംഗ് ഓയിൽ. ഇനി ഇഷ്ടമുള്ളതൊക്കെ ഇഷ്ടം പോലെ കഴിച്ചോ. പവിഴം റൈസ് ബ്രാൻഡ് കുക്കിംഗ് ഓയിൽ, ആരോഗ്യത്തിന്റെ കരുതൽ. ജോപ്പൻ കുറച്ചുകൂടെ രസികനാണ്. തമാശകൾ ആസ്വദിക്കുകയും തമാശകൾ പറയും. ജീവിതത്തിൽ രസകരമായ മുഹൂർത്തങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കോട്ടയം കുഞ്ഞച്ചനുമായിട്ട് ജോപ്പന് ഒരു സാമ്യമില്ല. മാസ് വേണ്ടവർക്ക് മാസമുണ്ട്, കോമഡി വേണ്ടവർക്ക് കോമഡി ഉണ്ട്. 50% സിനിമ പ്രണയമാണ്. എല്ലാം കൂടെ ഉള്ളൊരു ടോട്ടൽ പാക്കേജാണ്. തോപ്പിൽ ജോപ്പൻ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രണയ സിനിമയാണ്. പ്രണയത്തിന് പ്രായവും ഇല്ല, കണ്ണില്ല, മൂക്കില്ല എന്നൊക്കെ നമ്മൾ സാധാരണ പറയുമെങ്കിലും പക്ഷേ കുറച്ച് പ്രായമായവരുടെ പ്രണയം സിനിമയിൽ കാണിക്കാൻ അങ്ങനെ നമ്മൾ എപ്പോഴും വിമുഖത കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര വയസ്സായിട്ടുള്ള ഒരാളുടെ അല്ല, വിവാഹം ചില കാരണങ്ങൾ കൊണ്ട് വിവാഹം കഴിക്കേണ്ട എന്ന് തീരുമാനിച്ച ഒരാളുടെ പ്രണയ കഥയാണ് തോപ്പിൽ ജോപ്പൻ. ആദ്യം ഞാൻ ജോണി ചേട്ടനുമായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് തിരുട്ട് ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കള്ളന്മാരുടെ കഥയായിരുന്നു. അതായിരുന്നു മമ്മൂക്കാനോട് സംസാരിച്ചതൊക്കെ. പക്ഷെ അത് നമ്മൾ എഴുതി വരുന്നതോറും ബഡ്ജറ്റ് വളരെ ഭയങ്കരമായിട്ട് കൂടുമെന്നുള്ളത് കൊണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടാണ് മറ്റൊരു കഥയെക്കുറിച്ച് ആലോചിച്ചത്. അങ്ങനൊരു ബ്രേക്ക് ആവശ്യമുള്ള സമയത്താണ് ജോണി ചേട്ടനൊന്ന് കുറച്ച് ദിവസത്തേക്ക് ധ്യാനം കൂടാൻ പോകണം എന്ന് പറഞ്ഞിട്ട് കോട്ടയിൽ ധ്യാനം കൂടാൻ പോയതും ഒപ്പം എന്നെ കൂട്ടിനെ വിളിച്ചു. അവിടെ വെച്ച് ഉണ്ടായ ചില അച്ഛന്മാരുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തോപ്പിൽ ജോപ്പൻ എന്ന സിനിമയുടെ ത്രെഡിലോട്ട് എത്തിപ്പെടാൻ കാരണം. പിന്നെ നമ്മൾ ബാക്കി കഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. പിന്നെ ഇടുക്കിയിൽ നമുക്ക് പരിചയമുള്ള ഒരു തോപ്രാംകുടിക്കാരനുണ്ട്. പക്ഷേ അയാളുടെ ജീവിത കഥയൊന്നുമല്ല. പക്ഷേ മമ്മൂക്കയുടെ കഥാപാത്രത്തിന് അയാളുടെ ചില സാദൃശ്യങ്ങളുണ്ട്. ഈ വിവാഹം കഴിക്കാതെ പ്രണയ നൈരാശ്യം കൊണ്ട് മദ്യപാനത്തെ അടിമപ്പെട്ട് നടക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ തോപ്രാംകുടിയിലെ ജോപ്പൻ. ദൈവത്തെ ഓർത്ത് കുടിക്കല്ലേ? ദൈവത്തെ ഓർത്ത് കുടിക്കത്തേ ഇല്ല മച്ചി. മമ്മൂക്കാന്ന് വെച്ചൊരു സിനിമ എന്നുള്ളത് തന്നെയായിരുന്നു ആലോചിച്ചത്. അപ്പോൾ ഈ കഥ വന്നപ്പോൾ മമ്മൂക്കാക്ക് ഇത് എന്തുകൊണ്ടും ചേരുമെന്നും മമ്മൂക്ക ചെയ്താൽ ഇത് കുറച്ചുകൂടെ ഭംഗിയാകും മറ്റൊരാൾ ചെയ്യുന്നതിനേക്കാളും എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കഥയിലോട്ട് മമ്മൂക്കായെ ആലോചിച്ചതും മമ്മൂക്കായുടെ അടുത്ത് ഈ കഥയുമായിട്ട് ചെല്ലുന്നതും. അല്ലെങ്കിൽ നമുക്ക് മമ്മൂക്കാക്ക് പറ്റാത്തൊരു കഥയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മമ്മൂക്കായുടെ അടുത്ത് നിന്ന് കഥ പറയാൻ പോലുള്ള ധൈര്യം ഉണ്ടാവില്ല. കഥ കേട്ടപ്പോൾ തന്നെ മമ്മൂക്ക കുറച്ച് നേരം ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു നന്നായിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് വർക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇങ്ങനെ രണ്ടാമത് ഫുൾ 1 ലൈനും ഓർഡർ ആക്കിയിട്ട് മമ്മൂക്ക കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ അഭിനന്ദിക്കുകയും ചെയ്തതാണ് ഈ കഥ. കോട്ടയം കുഞ്ഞച്ചനുമായിട്ട് ജോപ്പന് ഒരു സാമ്യമില്ല. കാരണം ജോപ്പൻ കുറച്ചുകൂടെ രസികനാണ്. നന്നായി തമാശകൾ ആസ്വദിക്കുകയും തമാശകൾ പറയും. ജീവിതത്തിൽ രസകരമായ മുഹൂർത്തങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ അനാവശ്യമായിട്ടുള്ള ബഹളങ്ങളോ ഒരു പിടുത്തക്കാരനോ ഒന്നുമല്ല. കബഡി കളിയാണ് അയാളുടെ ഒരു ഹരവും അയാളുടെ ജീവിതത്തിൻ്റെ ഒരു രസവും. അയാളുടെ ഒരു ടൈം പാസ് എന്ന് പറയുന്നത് കബഡി കളിയാണ്. അല്ലാത്ത സമയത്ത് മദ്യപാനവും മറ്റുള്ള രസങ്ങളും കുടുംബവും എല്ലാം ഉണ്ട്. ജോപ്പൻ ഒരു ടിപ്പിക്കൽ ഒരു മാസ് സിനിമയല്ല. മാസ് വേണ്ടവർക്ക് മാസുണ്ട്, കോമഡി വേണ്ടവർക്ക് കോമഡി ഉണ്ട്, കുടുംബ പശ്ചാത്തലത്തിൽ കഥ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയുണ്ട്. എല്ലാം കൂടെ ഉള്ളൊരു ടോട്ടൽ പാക്കേജാണ്. തോപ്പിൽ ജോപ്പൻ എന്നുള്ള ടൈറ്റിൽ നമ്മൾ ഒരുപാട് ടൈറ്റിലുകൾ ആലോചിച്ചതിന് ശേഷമാണ് തീരുമാനിക്കുന്നത്. ക്യാരക്ടറിൻ്റെ പേരാണ് ജോപ്പൻ. തോപ്പിൽ എന്ന് പറയുന്നത് വീട്ടുപേരാണ്. ഈ തോപ്പിൽ എന്ന് പറയുന്ന വീട്ടുപേര് കൊണ്ടാണ് ജോപ്പൻ്റെ പ്ലാന്റേഷൻ സ്ഥാപനങ്ങൾ, സ്പൈസസ്, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ പുള്ളിക്കുണ്ട്. ഇതിൻ്റെ എല്ലാം തോപ്പിൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പല പേരുകൾ ആലോചിച്ചപ്പോൾ ഒന്നും സംതൃപ്തി കിട്ടാണ്ടായപ്പോഴാണ് ജോണി ചേട്ടനാണ് ഈ പേര് സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തോപ്പിൽ ജോപ്പൻ എന്ന് പറഞ്ഞ പേരിട്ടാലോ എന്നുള്ളൊരു ആലോചന വന്നത്. അങ്ങനെ അത് ഫിക്സ് ചെയ്തതാണ്. എല്ലാവർക്കും കേട്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. തോപ്പിൽ ജോപ്പൻ പറയുമ്പോഴും ഒരു എളുപ്പമുണ്ട്, ഒരു സുഖമുണ്ട്. അങ്ങനെയാണ് തോപ്പിൽ ജോപ്പൻ എന്ന പേര് ടൈറ്റിൽ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ
50% ലവ് 50% ആൽക്കഹോൾ എന്ന് പറയുന്നത് സിനിമയുടെ കഥയാണ്. ഒരു 50% സിനിമ പ്രണയമാണ്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രണയം കൊണ്ട് 50% ആൽക്കഹോളിന് അടിമപ്പെട്ടു പോകുന്ന ഒരാളുടെ കഥയാണ്. അതുകൊണ്ട് തന്നെയാണ് 50% ലവ് 50% ആൽക്കഹോൾ എന്ന് പറയാൻ കാരണം. അമലാപോളിനെ സമീപിച്ചതാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അവർക്ക് മറ്റൊരു സിനിമ കന്നഡയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മളുടെ ഡേറ്റുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് വേറൊരാളെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ മമത മോഹൻദാസിലോട്ട് എത്തിയത്. ഞാൻ മമത US-ലായിരുന്നു. ഫോണിലൂടെയാണ് മമത കഥ കേൾക്കുന്നത്. കഥ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, നിഷാദക്ക നമ്മൾ ഈ സിനിമ ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എന്തായാലും ഞാൻ ഒരു 2 ആഴ്ചക്കുള്ളിൽ നാട്ടിലെത്തുന്നുണ്ട്, അതുകൊണ്ട് എന്തായാലും ഈ സിനിമ ചെയ്തിട്ട് ഇനി തിരിച്ച് US-ലോട്ട് പോരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര ആവേശത്തോടെയാണ് മമത ഈ സിനിമ ചെയ്യാൻ വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. 100% നമ്മളുടെ കഥാപാത്രത്തിനോട് യോജിക്കുന്ന രീതിയിൽ ഉള്ള ഒരു പെർഫോമൻസ് മമതയ്ക്ക് ഞങ്ങൾക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു നായക കഥാപാത്രം എന്ന് പറയുന്നത് ആൻഡ്രിയാണ്. ആൻഡ്രിയ ഒരു മലയോര ക്രിസ്ത്യൻ കുടുംബത്തിലെ പെൺകുട്ടിയായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. നമ്മൾ ആൻഡ്രിയ ഈ കഥാപാത്രം എഴുതുമ്പോൾ തന്നെ മനസ്സിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് വേറൊരു ഓപ്ഷൻ പോലും നമ്മൾ ആൻഡ്രിയയുടെ കാര്യത്തിൽ നോക്കിയിട്ടില്ല. ആദ്യം തന്നെ കാണുന്നതും ആൻഡ്രിയയാണ്, കഥ പറയുന്നതും ആൻഡ്രിയയാണ്. ആൻഡ്രിയയും കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ സിനിമ ചെയ്യാൻ വന്നത്. ഇതിൽ നായികമാർക്ക് വെറുതെ ഒരു നായകൻ്റെ നിഴലായിട്ട് നിൽക്കുന്ന വേഷമല്ല. 2 പേർക്കും തോപ്പിൽ ജോപ്പൻ്റെ ജീവിതത്തിൽ വ്യക്തമായ റോളുകളുണ്ട്. അതിന് ഒരു തുടക്കവും ഒടുക്കവും എല്ലാമുള്ള കഥാപാത്രങ്ങളാണ്. മാസ് എന്ന് പറഞ്ഞ പോരാ, മരണ മാസ്. അച്ഛ എന്ന് പറഞ്ഞ ഇതാണ് അച്ഛൻ. മറ്റ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് സലീം കുമാർ ഉണ്ട്, പിന്നെ സോഹൻ സീനുലാൽ, പിന്നെ നമ്മുടെ ഷാജി നവോദയ പാഷാണം ഷാജി, പിന്നെ ശ്രീജിത്ത് രവിയുണ്ട്, അലൻസിയർ ഉണ്ട്. ഇവരെല്ലാവരും ഇതിലപ്പുറം പൊന്നമ്മ ചേച്ചിയുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അണിനിരക്കുന്ന ഒരു സിനിമയാണ്. അശോകേട്ടൻ, ഹരിശ്രീ അശോകനുണ്ട്. എല്ലാവരും അവരുടേതായ റോളുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലൊരു പ്രത്യേകത, ഇത് ജോപ്പനാണ് ഇതിൻ്റെ ഹ്യൂമർ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മമ്മൂക്കയുടെ കഥാപാത്രമാണ് ഇതിലെ കോമഡികൾ ലീഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. സാധാരണ സിനിമയിൽ നമ്മൾ കാണുന്ന നായകനെ ഒരു വശത്ത് നിർത്തിയിട്ട് കൂടെയുള്ള കൊമേഡിയൻസിനെ കൊണ്ട് ഹ്യൂമർ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണെങ്കിൽ, നേരെ തിരിച്ചാണ് നമ്മൾ ഈ സിനിമയിൽ ഹ്യൂമറിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അവലംബിച്ചേക്കുന്നത്. നായകനെ ഫോളോ ചെയ്യുന്ന ഇതിലാണ്. അത് അത്രയും ഗംഭീരമായിട്ട് മമ്മൂക്ക ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് സലീമേട്ടൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ഗംഭീരമായിട്ട് ഒരു കോമഡി കഥാപാത്രം അവതരിപ്പിക്കുന്ന, കോമഡി കഥാപാത്രം എന്ന് പറയാൻ പറ്റില്ല, ഒരു പള്ളിയിലച്ചനാണ്, പക്ഷേ നല്ല രസകരമായിട്ട് കോമഡി നമുക്ക് ചിരിക്കാനുള്ള ഭാഗ ആ പള്ളിയിലച്ചൻ്റെ ക്യാരക്ടറിലൂടെ സലീമേട്ടൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഈ സിനിമയിൽ. അതുപോലെ തന്നെയാണ് അശോകേട്ടനും നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകർക്ക് ചിരിച്ചിരുന്ന് കാണാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും തോപ്പിൽ ജോപ്പൻ. റെക്കോർഡുകൾ നമ്മൾ മനഃപൂർവ്വം ഉണ്ടായതല്ല, അത് സംഭവിച്ചു പോയതാണ്. എന്തായാലും റെക്കോർഡുകൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടാണല്ലോ ഉണ്ടായത്. തീർച്ചയായിട്ടും ആ പ്രേക്ഷകർ കാണിച്ച ഒരു വിശ്വാസം, നമ്മളിൽ കാണിച്ച ആ വിശ്വാസം അത് സിനിമയിലും അവർക്ക് ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസമുള്ളത്. കാരണം ജോപ്പനൊരു വിജയമാവും എന്ന് നമുക്ക് ഉള്ളിലൊരു വിശ്വാസമുണ്ട്. കാരണം ഓർഡിനറി എന്ന് പറയുന്ന സിനിമ നമ്മൾ പ്രിവ്യൂ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ഈ സിനിമയ്ക്ക് കുഴപ്പമുണ്ടാവില്ല, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് നമുക്കൊരു തോന്നലുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് എനിക്ക് ജോപ്പൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എഡിറ്റിങ്ങും ഡബിങ്ങും കഴിഞ്ഞ് കണ്ടപ്പോൾ തോന്നിയത്. ഈ സിനിമ മോശം വരില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് തന്നെയാണ് വിശ്വാസം. ഇതാണ് കാവ്യനായകൻ.
ശേഷം ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ഒരു പടം ഒരുമിച്ചിറങ്ങുകയാണ്. അതുകൊണ്ട് എല്ലാവരും രണ്ട് സിനിമകളും, അതുപോലെ തന്നെ അതിനൊപ്പം ഇറങ്ങുന്ന വേറെ ബിജു മേനോൻ, ആസിഫ് അലി കൂട്ടുകെട്ടുള്ള സിനിമകളുണ്ട്. എല്ലാ സിനിമകളും കാണാൻ വേണ്ടി വീട്ടിൽ നിന്നിട്ട് ഇറങ്ങുക. ഈ പൂജ ഹോളിഡേയ്സ് ഒരു ആഘോഷമാക്കി മാറ്റുക. എല്ലാ സിനിമകളും കാണുക. ഈ 3 സിനിമകളെയും ഒപ്പം വരുന്ന മറ്റുള്ള സിനിമകളെയും ഒക്കെ വിജയിപ്പിക്കുക. നല്ല സിനിമകളുടെ ഭാഗമാവുക.